ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലേൺ വെൽ. എൻ്റെ പേര് മുഹമ്മദ് തഫീം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ കുറച്ചും കൂടി ഇച്ചിരി ഡിഫറൻ്റ് ആയിട്ടുള്ള, കാരണം ഇതിൻ്റെ പണ്ട് ഇത് രണ്ട് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിരുന്നു ശരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാപ്റ്ററും ആയിരുന്നു. ഞാനൊക്കെ 10th പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു സിംഗിൾ ചാപ്റ്ററാക്കി മാറ്റിയേക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ശരിക്കും രണ്ടും കണക്റ്റഡാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വീട്ടിലേക്ക് തരുന്ന ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് കിട്ടണ ജനറേറ്റേഴ്സ് വഴി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ഈ ജനറേറ്റേഴ്സിൽ നിന്നൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് ചാപ്റ്റേഴ്സും സത്യത്തിൽ ഒരു സിംഗിൾ ചാപ്റ്ററാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭയങ്കര സംഭവമാണ്. ഈ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് തോട്ട് പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പവർ സ്റ്റേഷനിലുള്ള കറണ്ട് കിലോമീറ്ററുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്ലഗുകളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് തോട്ടും ഒരുപാട് പ്രിൻസിപ്പിൾസും പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യുന്ന സംഭവത്തെ പറ്റി നമ്മൾ ശരിക്കും ആലോചിക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ ഭയങ്കര പ്ലാനിങ്ങും ഭയങ്കര ഒരു കൃത്യമായ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ശരിക്കും ഒരു ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ എല്ലാ സ്ഥലത്തും ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ലോകത്തെ മെജോറിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇൻവെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നുള്ള ഇത്രയും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഇത്രയും സുഖ സൗകര്യങ്ങളൊന്നും മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ലോകത്ത് ലാർജ് സ്കെയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂഷൻ ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നടക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. ഇതിൽ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടാണ് AC ജനറേറ്റർ എന്ത് തരത്തിലുള്ള സോഴ്സ് ഓഫ് എനർജി ഉപയോഗിച്ച ആയാലും അതിൻ്റെ എല്ലാ അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മളൊരു ചാപ്റ്റർ വരുന്നുണ്ട്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. എന്നിരുന്നാലും AC ജനറേറ്റേഴ്സ് ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെ പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ള കീ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ AC ജനറേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ വിളിക്കുന്ന പവർ സ്റ്റേഷൻസ് എന്നാണ്. ഇലക്ട്രിസിറ്റി ഇങ്ങനെ ജനറേറ്റർ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തെ വിളിക്കുക പവർ സ്റ്റേഷൻ. ലാർജ് സ്കെയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്ന പവർ സ്റ്റേഷൻസിലാണ്. അപ്പോൾ പവർ സ്റ്റേഷൻസിൽ നമ്മൾ അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞൊരു കാര്യം, അതായത് ജനറേറ്ററിൻ്റെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ജനറേറ്ററിനൊരു സ്പ്ലിറ്ററിങ്ങും ബ്രഷിൻ്റെയും കാര്യം പറഞ്ഞു അല്ലേ. സ്പ്ലിറ്ററിങ്ങും ഉണ്ട്, ബ്രഷും ഉണ്ട്. അത് സ്പ്ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്നു, ബ്രഷ് അതിനെങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ കറങ്ങുന്നത് അർമേച്ചറാണ് ഇവിടെ കറങ്ങിക്കൊണ്ടിരുന്നത്. നമ്മൾ പഠിച്ച ജനറേറ്ററിൽ അർമേച്ചറാണ് കറങ്ങുന്നത്, മാഗ്നറ്റ് നമ്മളിങ്ങനെ വെച്ചേക്കാണ്, അർമേച്ചർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അർമേച്ചർ ഇങ്ങനെ കറങ്ങുകയാണല്ലോ. അപ്പോൾ ഈ സ്പ്ലിറ്ററിങ്ങും ബ്രഷിൻ്റെ പേര് വരാമെന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്പ്ലിറ്ററിങ്ങിനോട് ഇങ്ങനെ കറങ്ങണ അനുസരിച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ സ്പ്ലിറ്ററിങ്ങും മെറ്റലാണ്, ബ്രഷും മെറ്റലാണ്. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് ഭയങ്കര ഹൈ സ്പീഡ്സിലായിരിക്കും ഇത് കറങ്ങുക. അപ്പോൾ ഇങ്ങനെ കറങ്ങി കഴിയുമ്പോൾ ഈ രണ്ട് മെറ്റൽസ് നമ്മൾ ഇങ്ങനെ ഉരസി കഴിയുമ്പോൾ ചിലപ്പോൾ സ്പാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. രണ്ട് മെറ്റൽസ് നമ്മളിങ്ങനെ ഉരസി കഴിയുമ്പോൾ എന്താണ്ടാവും, സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ചെറിയ ജനറേറ്ററൊക്കെ ആണെങ്കിൽ വിഷയം ഉണ്ടാവില്ല. പക്ഷേ ഇത്രയും വലിയൊരു ജനറേറ്ററിൽ ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലോഷന് തുല്യമായിരിക്കും. നമ്മൾ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ഹൈ വോൾട്ടേജ് ജനറേറ്റേഴ്സിലെ ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ മുഴുവൻ പൊട്ടിത്തെറിച്ച് പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ജനറേറ്റർ നമുക്ക് ഉപയോഗിക്കാനുള്ള, കാരണം സ്പാർക്ക് ഉണ്ടാവാനുള്ള ഡേഞ്ചർ അതിനുണ്ട്. അപ്പോൾ അതിന് വരെ നമ്മൾ അതിനുള്ള മാർഗം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അർമേച്ചർ നമ്മൾ അവിടെ തന്നെ നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റില്ലേ, ഈ മാഗ്നറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഇതാണ് ശരിക്കും നമ്മൾ ജനറേറ്റേഴ്സിൽ പവർ സ്റ്റേഷനിൽ ജനറേറ്റേഴ്സ് ചെയ്യുക. മാഗ്നറ്റ്സിന് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം മാഗ്നറ്റിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഒരു സിംഗിൾ അർമേച്ചർ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും നമ്മൾ പഠിച്ചില്ലായിരുന്നു. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പോൾ അതായത് അർമേച്ചറുകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും, വോൾട്ടേജിൻ്റെ എമൗണ്ട് കൂടും. അപ്പോൾ അങ്ങനെ കൂടുതൽ വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ഫേസ് AC ജനറേറ്ററാണ്. 3 ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 അർമേച്ചേഴ്സ് ഉണ്ടാവും.
3 അർമേച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു മാഗ്നറ്റ് സെൻറ്ററിൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും 3 അർമേച്ചേഴ്സ് ഇങ്ങനെ പൊസിഷൻ ചെയ്യും. എന്നിട്ട് ആ സെൻറ്ററിൽ കിടന്ന് മാഗ്നറ്റ് ഇങ്ങനെ കറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ഈ അർമേച്ചറിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ്. ഇങ്ങനെയാണ് നമ്മുടെ എന്താണ് AC ജനറേറ്ററിന് നമ്മൾ റീഡിസൈൻ ചെയ്തത്. പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 11 kVയിലാണ് സാധാരണ. സ്റ്റാൻഡേർഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 11 kV. K എന്ന് പറഞ്ഞാൽ കിലോ എന്നാണ്, 1000 എന്നാണ് അർത്ഥം. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ 1K 2K 100K എന്നൊക്കെ പറയില്ലേ. K എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഉദ്ദേശിക്കുന്നത് കിലോ എന്ന് ഡിനോട്ട് ചെയ്യാൻ, കിലോ എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. അപ്പോൾ KV എന്ന് പറഞ്ഞാൽ കിലോ വോൾട്ട് എന്നാണ് അർത്ഥം. കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1000 വോൾട്ട്. അപ്പോൾ 11 കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ 11,000 വോൾട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കുറേ KV കാണും. നിങ്ങൾ പലയിടത്ത് പോകുമ്പോഴൊക്കെ ട്രാൻസ്ഫോമറിൻ്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസിന് സബ്സ്റ്റേഷൻസിൻ്റെ ഒക്കെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. KCB ഓഫീസിൻ്റെ സൈഡിലൊക്കെ KV എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് KV എന്ന് പറഞ്ഞാൽ കിലോ വോൾട്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 11,000 വോൾട്ട് അല്ലെങ്കിൽ 11 kVയിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ പവർ സ്റ്റേഷൻസിലൊക്കെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, ഇതെന്ത് ചെയ്യണം, നമ്മൾ ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വീടുകളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കറണ്ട് ഇവിടെ നിന്ന് വീടുകളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ഡെസ്റ്റിനേഷൻസിലേക്ക് കറണ്ടിനെ നമുക്ക് എത്തിക്കണം. ഈ കറണ്ട് ഇങ്ങനെ എത്തിക്കുന്നതിന് നമ്മൾ പറഞ്ഞ ട്രാൻസ്മിഷൻ എന്നാണ്. ഓക്കെ, കറണ്ട് നമുക്ക് ഒരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ലൈറ്റ് അടിക്കുന്ന പോലെ വിടാനോ അങ്ങനെ പാഴ്സലായിട്ട് വിടാനോ അങ്ങനെയൊന്നും നമുക്ക് എന്ത് പറ്റില്ല, കറണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കറണ്ട് ആകെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് വയേഴ്സ് വഴിയാണ്, അല്ലേ? ഇലക്ട്രിക് വയേഴ്സ് വഴിയാണ് എന്ത് ചെയ്യുക, നമ്മൾ കറണ്ടിനെ ആകെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇലക്ട്രിക് വയേഴ്സാണ്. പക്ഷേ ഇതിന് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഈ കറണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ ദൂരത്തേക്കായി നമ്മൾ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് വയേഴ്സിനൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കിലോമീറ്ററുകളോളം നീളമുള്ള ലെങ്ത്തുള്ള വയർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ലെങ്ത്ത് കൂടുന്നതോറും റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹീറ്റ് ജനറേറ്റ് ആവും. ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന കറണ്ടിലെ ഭൂരിഭാഗം എന്തായിട്ട് പോകും, ഹീറ്റായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കുറച്ച് പവർ ഒരുപാട് നമുക്ക് ലോസ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ലോസ് ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ വെൻ ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ് ദർ ഇസ് എ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ദിസ് ഈസ് നോൺ ആസ് ട്രാൻസ്മിഷൻ ലോസ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച H=I²RT. അതനുസരിച്ച് ഹീറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ ആര് കൂടും, ഹീറ്റും അതിൻ്റെ ഒപ്പം തന്നെ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഒരുപാട് എനർജി നമുക്ക് ഹീറ്റായിട്ട് ഇങ്ങനെ നഷ്ടപ്പെടും. അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിന് നമ്മൾ ഈ ട്രാൻസ്മിഷൻ ലോസിനെ നമ്മൾ ഓവർകം ചെയ്യുന്നൊരു. അപ്പോൾ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതണ്ടേ, എന്താ, നമ്മളിങ്ങനെ ഇലക്ട്രിസിറ്റീനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഹീറ്റിൻ്റെ ഫോമിൽ എനർജി നഷ്ടപ്പെടുന്നതാണ് ട്രാൻസ്മിഷൻ ലോസ്. ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുന്നത് കറണ്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെ, കറണ്ട് റെഡ്യൂസ് ചെയ്യുക, അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഓവർകം ചെയ്യാൻ നമുക്ക് ലെങ്ത്ത് കുറക്കാൻ പറ്റില്ല. എന്തായാലും ലെങ്ത്ത് കുറക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ, കാരണം എന്തായാലും ഈ 2 സ്ഥലങ്ങൾ നമുക്ക് അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, ആ ലെങ്ത്ത് നമുക്ക് ഒരിക്കലും. അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് തന്നെ നമുക്ക് വേണം. ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് കുറക്കണം, ഹീറ്റിൻ്റെ എമൗണ്ട് കുറക്കണം. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയത് കറണ്ട്. കാരണം കറണ്ട് എന്ന് പറയുന്നത് I² ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണ്. ഓക്കെ, അപ്പോൾ കറണ്ടിനാണ് I², കറണ്ടിൻ്റെ സ്ക്വയർ വെച്ചിട്ടാണ് എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ കറണ്ട് കുറച്ച് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റിനേക്കാൾ കൂടുതൽ എഫക്റ്റ് കറണ്ട് റിഡ്യൂസ് ചെയ്ത എഫക്റ്റ്. കാരണം I-യുടെ സ്ക്വയറാണ്, റെസിസ്റ്റൻസ് ജസ്റ്റ് R മാത്രമാണ് ഉള്ളൂ. അപ്പോൾ I²നോടാണ് പ്രൊപ്പോർഷൻ. അതുകൊണ്ട് കറണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു കുറവ് ഹീറ്റിൽ ഉണ്ടാവും. അപ്പോൾ കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഹീറ്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണ്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. കറണ്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ്. കാരണം നമ്മൾ പറഞ്ഞു പവർ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പവർ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പവർ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ PC, നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ പറഞ്ഞ അതേ ഇക്വേഷൻ P=VI. പവർ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പവർ കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ നമ്മൾ കറണ്ട് കുറക്കണം. കറണ്ട് കുറക്കുമ്പോൾ ആര് ഇൻക്രീസ് ചെയ്യണം, വോൾട്ടേജിനെ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ മതി. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കാരണം പവറിന് ചേഞ്ച് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക,
കറണ്ട് കുറച്ച് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഹീറ്റിൻ്റെ ഫോമിൽ പവർ പോകുന്നത് തടയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിച്ച്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താ, ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കി മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യും, 11 kV നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ 220 kV വരെ, അല്ലെങ്കിൽ 220 kV വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹൈ വോൾട്ടേജിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഹീറ്റിൻ്റെ എമൗണ്ട് കുറയും, ട്രാൻസ്മിഷൻ ലോസ് വളരെയധികം നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ട്രാൻസ്മിഷൻ ലോസിനെ ഓവർകം ചെയ്യുക. അപ്പോൾ അത് ഓർത്തിരിക്കുക. ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻറ്റ് പ്ലേസസിലേക്ക് നമ്മൾ കറണ്ട് കൊണ്ടുവരുമ്പോൾ ഹീറ്റിൻ്റെ ഫോമിൽ എനർജി നഷ്ടപ്പെടുന്നതിനാണ് ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുക. അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യലാണ് ട്രാൻസ്മിഷൻ ലോസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. അതായത് നമ്മളിങ്ങനെ കറണ്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു, ഈ കറണ്ട് എവിടെ എത്തിക്കണം, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഈ കറണ്ട് എത്തിക്കണം. ഓക്കെ, അപ്പോൾ 220 kV ഈ വോൾട്ടേജ് വരുന്നത്. പക്ഷേ 220 kV ഭയങ്കര ലാർജ് എമൗണ്ട് ഓഫ് കറണ്ടാണ്. 2,20,000 വോൾട്ടാണ്. 2,20,000 വോൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇടിവെട്ടിൻ്റെ അത്രയും ഇലക്ട്രിസിറ്റി അതിലുണ്ട്. ഭയങ്കര ഹൈ എമൗണ്ട് ഓഫ്, അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട് മൊത്തത്തിൽ നിന്ന് ഫ്രൈ ആയി പോകും. അപ്പോൾ അത്രയും വോൾട്ടേജ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്നത് സബ്സ്റ്റേഷൻ എന്ന് പറയുന്ന ഓരോ ലൊക്കാലിറ്റിയിൽ ഓരോ സബ് സ്റ്റേഷൻസ് ഉണ്ടാവും. അങ്ങോട്ടാണ് ആദ്യം 220 kV വരിക. ആ സബ് സ്റ്റേഷനിൽ വെച്ചൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, വോൾട്ടേജ് കുറക്കുന്ന ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, 220 kV 11 kV ആയിട്ട് കുറക്കും. 220 നിന്ന് 11 വീണ്ടും താഴേക്ക് എത്തിക്കും. ഓക്കെ, എന്നിട്ട് ഈ സബ്സ്റ്റേഷനിൽ നിന്ന് പവർ ലൈൻസ് എങ്ങോട്ട് പോകും, ട്രാൻസ്ഫോമേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ജംഗ്ഷനിലൊക്കെ കാണാറുള്ള ട്രാൻസ്ഫോമറാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്നാണ് നമ്മൾ പറയുക. ഈ ട്രാൻസ്ഫോമറിലേക്ക് സബ്സ്റ്റേഷനിൽ എന്ത് പോയിട്ടുണ്ടാവും, ഇലക്ട്രിക് ലൈൻസ് പോയിട്ടുണ്ടാവും. ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഈ 11 അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമറാണ്, അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതെന്താണ്, വോൾട്ടേജ് കുറക്കുകയാണ് ചെയ്യണം. അപ്പോൾ എന്താ, 11 kV 230 വെറും 230 വോൾട്ടിലേക്ക് കുറക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നതിലാണ് 230 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ 230 വോൾട്ട് ആക്കിയിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തുന്നത്. തീർന്നില്ല. ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, നിങ്ങൾ ലൈൻ കമ്പി എണ്ണി നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് നമ്മൾ ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ പോസ്റ്റിലുള്ള ലൈൻ കമ്പി 4 ലൈൻസാണ് ഉണ്ടാവുക. എപ്പോഴും ഈ ലൈൻ കമ്പിയിൽ എപ്പോഴും 4 ലൈൻസാണ് ഉണ്ടാവുക. ഓക്കെ, അതിൽ 3 ലൈൻസിൽ കൂടെയാണ് കറണ്ട് പോകുന്നത്. 3 ലൈൻസിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ആക്റ്റീവായിട്ട്. ആ 3 ലൈൻസിന് നമ്മൾ പറയുന്നത് ഫേസ് വയേഴ്സ് എന്നാണ്. ഓക്കെ, 3 കറണ്ട് നമ്മൾ പറയുന്നത് ഫേസ് വയേഴ്സ്, അല്ലെങ്കിൽ ലൈവ് എന്നും പറയും. ലൈവ് എന്ന് പറയും, അതുപോലെ ഫേസ്, കാരണം അതിൽ കൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 4ാമത്തെ വയർ ന്യൂട്രൽ വയറായിരിക്കും. അത് നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്ന വയറാണ്. അതിൽ കറണ്ട് പാസ് ചെയ്യുന്നില്ല. അതെന്താ, ന്യൂട്രൽ ആയിട്ടുള്ള വയറാണ്. അപ്പോൾ ഈ ന്യൂട്രൽ വയറിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണ്. ഓക്കെ, ന്യൂട്രലിൻ്റെ പൊട്ടൻഷ്യൽ 0, നമ്മുടെ എന്താണ് ഫേസിൻ്റെ പൊട്ടൻഷ്യൽ 230 വോൾട്ട്. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, എന്നാലാണ് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഒരു സ്ഥലത്ത് കുറവ് പൊട്ടൻഷ്യലും ഒരു സ്ഥലത്ത് കൂടുതൽ പൊട്ടൻഷ്യൽ ആണെങ്കിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയാണ് ന്യൂട്രൽ വയർ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ വയറും ഫേസ് വയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ടാണ്. നിങ്ങൾ ഓർത്തിരിക്കണം. ന്യൂട്രൽ വയറും ഫേസ് വയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ടാണ്. ന്യൂട്രൽ 2 ഫേസ് വയറുകൾ തമ്മിൽ, 3 ഫേസ് വയർ എന്ന് പറഞ്ഞു, അതിൽ 2 ഫേസ് വയറുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 വോൾട്ടാണ്. ഓക്കെ, 2 ഫേസ് വയർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 വോൾട്ടാണ്. ഇത്തരം കാര്യങ്ങളാണ് എന്താണ് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഈ കറണ്ട് എത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ഫേസുകളെ കാണാം. 1, 2, 3. ഈ നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ 3 ഫേസ് ഉണ്ട്, ഒരു ന്യൂട്രൽ വയറുണ്ട്. ഇതിൽ നിന്ന് ഒരു ഫേസ് ലൈൻ നമുക്ക് തരും. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫേസ് ലൈനാണ് എടുക്കുക. ഈ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവർക്ക് 3 ഫേസ് ലൈനാണ് കൊടുക്കുക. സാധാരണ വീടുകളിലേക്ക് കിട്ടുന്നത് ഒരു ഫേസ് ലൈനാണ്. ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഇത് നമ്മുടെ മീറ്റർ, നമ്മുടെ ഏത് മീറ്ററാണ്, ഈ കറണ്ട് എത്ര കറണ്ട് ഉപയോഗിച്ചു എന്ന് അറിയാൻ വേണ്ടി ഒരു മീറ്റർ വെച്ചിട്ടില്ലേ, kWh മീറ്റർ. അതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയും. ആ മീറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫേസ് വയറും ന്യൂട്രൽ വയറും കൊണ്ടുവന്ന് കണക്ട് ചെയ്യും.
എന്നിട്ട് ഈ ഇതിൽ നിന്ന് എന്ത് ചെയ്യും, മെയിൻ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ നമ്മൾ ഈ മീറ്ററിൽ നിന്ന് ഇതിനെ മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. ഇവിടെ പുതിയതായിട്ടൊരു വയർ കൂടി വരും, വളരെ പ്രധാനപ്പെട്ടൊരു വയറാണ് അത്. എന്താ നമ്മൾ ലൈൻ ഇലക്ട്രിക് ലൈനിൽ നിന്ന് കറണ്ട് എടുക്കുമ്പോൾ ആ വയർ ഉണ്ടാവില്ല, നമ്മുടെ മീറ്ററിൽ നിന്നാണ് ആ വയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കിലോ വാട്ട് അവർ മീറ്ററിൽ നിന്നാണ് ആ വയർ സ്റ്റാർട്ട് ചെയ്യുക. ആ വയറിൻ്റെ പേര് എർത്ത് വയർ എന്നാണ്. ഓക്കെ, എർത്ത് വയർ നമ്മൾ കിലോ വാട്ട് അവർ മീറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ഭൂമിയിൽ കുഴിച്ചിടും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഭൂമിയിൽ ഒരു വയർ ഇങ്ങനെ കുഴിച്ചിട്ട്, നിങ്ങൾ വീടിൻ്റെയൊക്കെ വയറിങ് പണി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അങ്ങനെ ഒരു വയർ കൊണ്ടുവന്നിട്ട് ഭൂമിയിലേക്ക് കുഴിച്ചിടാറുണ്ട്. അത് എർത്ത് വയറാണ്. അതിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ എക്സസ് കറണ്ട് വരുന്നത് ഭൂമിയിലേക്ക്. ഭൂമി എന്ന് പറഞ്ഞൊരു ഇലക്ട്രോൺ ബാങ്കാണ്. ഭൂമിക്ക് എത്ര ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ സ്വീകരിക്കും, ഒരു കുഴപ്പവും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എർത്ത് വയർ അങ്ങനെ വെച്ചിരിക്കുന്നത് എക്സസ് ഇലക്ട്രിസിറ്റി ഒക്കെ വരാണെങ്കിൽ അത് അങ്ങോട്ട് പോകണം, വീടിൻ്റെ ഉള്ളിലേക്ക് വരാതെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പോകാനുള്ളൊരു സെറ്റപ്പാണ് ഈ എർത്ത് വയർ എന്ന് പറയുന്നത്. എർത്ത് വയറിൻ്റെ സിമ്പിൾ, എർത്തിങ്ങിൻ്റെ സിമ്പിളാണ് ഈ 3 ലൈൻസ്. ഈ എർത്തിങ്ങിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത വയർ നമ്മൾ ഒരു ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറണ്ടൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകുന്നത്, അതിനെപ്പറ്റി നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു MCBയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓരോ അപ്ലയൻസിലേക്കുമുള്ള ഓരോ ഫാനിലേക്കും ലൈറ്റിലേക്കും പ്ലഗിലേക്കും എല്ലാമുള്ള വയേഴ്സ് എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. ഒരു ഫേസ് ലൈൻ, ഒരു ന്യൂട്രൽ ലൈൻ ഒരു വീട്ടിലേക്ക് തരും. അത് നമ്മൾ ആദ്യം നമ്മുടെ മീറ്ററിലേക്ക് കണക്ട് ചെയ്യും, പിന്നെ ഒരു മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. മെയിൻ സ്വിച്ചിന് മുമ്പ് ഒരു ഫ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യും. ആ മെയിൻ സ്വിച്ചിൽ നിന്ന് ELCBയിലേക്കും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകും, നമ്മുടെ വീട്ടിലുള്ള അപ്ലയൻസസിലേക്ക് ഇത് കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇലക്ട്രിക് ലൈനിൽ നിന്ന് ആകെ ഫേസും ന്യൂട്രലും മാത്രമാണ് ഉണ്ടാവുള്ളൂ. എർത്ത് ലൈൻ വരുന്നത് കിലോ വാട്ട് അവർ മീറ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുക, എർത്ത് ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. എർത്ത് ലൈനിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എക്സസ് ഇലക്ട്രിസിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആര് വർക്ക് ചെയ്യുക, എർത്ത് ലൈൻ വർക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഹൗസ് ഹോൾഡ്, നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്ന ഏകദേശം ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൽ പറഞ്ഞൊരു സംഗതി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ മീറ്ററാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം എനർജി നമ്മൾ യൂസ് ചെയ്തു എന്ന് എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തു എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കിലോ വാട്ട് അവർ അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാട്ട് അവർ മീറ്റർ എന്താ ചെയ്യുന്നത്, കിലോ വാട്ട് അവർ എന്ന് പറയുന്ന യൂണിറ്റിൽ, ഓക്കെ, KWH കിലോ വാട്ട് അവർ എന്ന് പറയുന്ന മീറ്റർ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നു. ഈ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്താ, ഈ ഇലക്ട്രിസിറ്റി KCB ഒരു യൂണിറ്റിൻ്റെ ചാർജ് കൂട്ടി ഒരു യൂണിറ്റിൻ്റെ ചാർജ് കുറച്ചു എന്നൊക്കെ. ഈ ഒരു യൂണിറ്റ് ഇലക്ട്രിക് എനർജി എന്ന് പറയുന്നതാണ് ഒരു കിലോ വാട്ട് അവർ എന്ന്. ഈ ഒരു യൂണിറ്റ് കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കിലോ വാട്ട് അവറിനെയാണ് എന്ത് വിളിക്കുക, ഒരു യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇലക്ട്രിക് എനർജി ഇസ് മെഷേർഡ് ഇൻ കിലോ വാട്ട് അവേഴ്സ്. ദിസ് ഇസ് ഓൾസോ കോൾഡ് 1 യൂണിറ്റ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ നിങ്ങൾ കണ്ട് പരിചയിച്ച സാധനമാണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ വാട്ട് അവറാണ്. കിലോ വാട്ട് അവർ ഇസ് എ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പൈസ കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇലക്ട്രിസിറ്റി മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ ഇതിനൊരു മെഷർ ചെയ്യാനൊരു അളവ് വേണം. അതിനു വേണ്ടിയാണ് കിലോ വാട്ട് അവർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്ന സംഗതി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കിലോ വാട്ട് അവർ കിലോ വാട്ട് അവേഴ്സിൽ എങ്ങനെയാണ് എനർജി കണ്ടുപിടിക്കുക ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. അത് പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ്. പവർ എത്രയാണോ അത് ഇൻറ്റു എത്ര നേരം വർക്ക് ചെയ്തു ഡിവൈഡഡ് ബൈ 1000. ഇതാണ് എന്ത് കിലോ വാട്ട് ഇലക്ട്രിക് എനർജി മെഷർ ചെയ്യാനുള്ള എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പവർ ഇൻ വാട്ട് മൾട്ടിപ്ലൈഡ് ബൈ ടൈം ഇൻ അവേഴ്സ് ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര യൂണിറ്റ് എനർജിയാണ് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഒരു അപ്ലയൻസ് എത്ര യൂണിറ്റ് എനർജിയാണ് ഇത്ര സമയത്ത്, ഒരു മണിക്കൂർ ഒരു ഫാൻ വർക്ക് ചെയ്താൽ ആ ഫാൻ എത്ര എനർജി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ 4 ഫാൻ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ ടോട്ടൽ അവർ എത്ര എനർജി ഉപയോഗിച്ചു, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കിയേ. എ ഗ്രൈൻഡർ ഓഫ് പവർ 750 വാട്ട് വർക്ക്സ് ഫോർ 2 hours. കാൽക്കുലേറ്റ് ദ എനർജി കൺസ്യൂംഡ്. ഓക്കെ, അപ്പോൾ 750 വാട്ട് പവറുള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ എനർജി കൺസ്യൂംഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, എനർജി കൺസ്യൂംഡിൻ്റെ ഇക്വേഷൻ എനർജി
in kilowatt hours. Kilowatt hours is equal to power into time in hours divided by 1000. സിമ്പിൾ ഇക്വേഷൻ ആണ്. നമ്മുടെ പവർ എത്രയാ? 750. ഓക്കെ, ടൈം ഇൻ അവേഴ്സ് 2 ഡിവൈഡഡ് ബൈ 1000. ഇപ്പം എന്ത് വരും? 750 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 1500 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്ക് 2 zeros ഡിവൈഡ് ചെയ്ത് കളയാം. 15/10 എന്ന് പറഞ്ഞാൽ 1.5 കിലോവാട്ട് അവർ ഇസ് ഈക്വൽ ടു 1.5 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്ന 750 വാട്ടിൻ്റെ ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര എനർജി യൂസ് ചെയ്യുമെന്നാണ്. അത് നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഇക്വേഷൻ ഉപയോഗിച്ചു. പവർ ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ഡിവൈഡ് ബൈ 1000. പവർ 750 ആയിരുന്നു, ടൈം ഇൻ അവേഴ്സ് 2 ആയിരുന്നു. ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? അവേഴ്സിനെ മിനിറ്റ്സ് ആയിട്ട് സെക്കൻഡ് ആയിട്ടൊന്നും കൺവേർട്ട് ചെയ്യേണ്ടതില്ല. എത്ര അവറാണോ അത് നേരെ എഴുതിയാൽ മാത്രം മതി. ഇപ്പോൾ 750 ഇൻറ്റു 2 ബൈ 1000. 750 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 1500 ആണ്. 1500 നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 1.5 എന്ന് കിട്ടി. 1.5 കിലോവാട്ട് അവർ അല്ലെങ്കിൽ 1.5 യൂണിറ്റ് ആണ് എന്ത് ഈ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി താഴെ കുറച്ചും കൂടി സെയിം ഇത് തന്നെ സെയിം ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ടെന്ന് വായിച്ചു നോക്കി. ഇൻ എ ഹൗസ് 5 CF lamps of 20 watt each works for 4 hours. 4 fans of 50 watt each works for 5 hours. And a TV of 100 watt works for 4 hours in a day. What will be the daily consumption showed by watt hour meter? അപ്പോൾ ഇത് എന്താ, ഒരു വീടാണ്, നോർമൽ വീടാണ്. അവിടെ 5 ബൾബുകളുണ്ട് 20 വാട്ടിൻ്റെ. അത് 4 മണിക്കൂർ വർക്ക് ചെയ്യാണ്. 4 ഫാൻസ് ഉണ്ട് 50 വാട്ടിൻ്റെ. അവർ 5 മണിക്കൂർ വർക്ക് ചെയ്യാണ്. ഒരു TV ഉണ്ട് 100 വാട്ടിൻ്റെ. അത് 4 മണിക്കൂറും വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പവർ ഇൻ വാട്ടും തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും എനർജി സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എനർജി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങളിൽ ഓരോ അപ്ലയൻസിൻ്റെ ലാമ്പിൻ്റെയും ഫാനിൻ്റെയും TVയുടെയൊക്കെ എന്താണ് എനർജി ഇൻ കിലോവാട്ട് അവർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക, ഹോംവർക്കായിട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് പവർ ഉണ്ടാക്കുന്നത്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അതെങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് പവറിൽ എന്താണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത ശേഷം ലോസ് ഇല്ലാതെ, പവർ ലോസ് ഇല്ലാതെ അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ കിലോവാട്ട് അവർ മീറ്ററിനെ പറ്റിയും നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, വീട്ടിൽ എങ്ങനെയാണ് കറണ്ട് കണക്ഷൻ കൊടുക്കുന്നത് മുതലായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലിടാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതുവരെ നിങ്ങൾക്ക് ബൈ.